ഡോക്ടർ ജയരാജ്, അതുകൊണ്ട് തന്നെ ഇതിനെ ലോക്കലായിട്ട് മാത്രം ഒതുക്കാൻ പറ്റില്ല, അങ്ങനെ വില കുറച്ച് കാണാൻ പറ്റില്ല. ഇത് ലോക്കൽ അല്ല, ഇത് ഗൗരവത്തോടുകൂടി തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണ്. അത് പാർട്ടി എങ്ങനെയാണ് ഇനി അതിനെ സമീപിക്കുക എന്നറിയില്ല. നോക്കൂ, തലപ്പത്ത് ഇരിക്കുന്നവർ അവരുടെ സ്വഭാവം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പി ശശി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്തിനാണ് പുറത്താക്കപ്പെട്ടത് എന്ന് പാർട്ടിക്കാർക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. അതുപോലെ പി കെ ശശിയുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ്. പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തെ KTDCയുടെ ചെയർമാൻ പദവിയിൽ ഇരുത്തിയിരിക്കുകയാണ്. നോക്കൂ, ഇതുവഴി തെറ്റായ സന്ദേശങ്ങളാണ് നൽകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ എത്രയെത്ര ആക്ഷേപങ്ങൾ, എത്രയെത്ര ആരോപണങ്ങൾ. പലതിലും യാഥാർത്ഥ്യമുണ്ട്, വസ്തുതയുണ്ട് എന്ന് പാർട്ടിക്കാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പിണറായി വിമർശിക്കപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബം വിമർശിക്കപ്പെടുന്നത്. തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ പാർട്ടി നേതൃത്വം വീണ്ടും അണികളെ തള്ളിക്കളയുന്ന ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പാർട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇനി ഏരിയ സമ്മേളനങ്ങൾ നടക്കാനിരിക്കുന്നു, ജില്ലാ സമ്മേളനങ്ങൾ വരാൻ ഇരിക്കുന്നു. അപ്പോൾ നോക്കൂ, വിമർശനങ്ങൾ ഇനി രൂക്ഷമാവുകയല്ലേ ഉണ്ടാവുക? ഇതിനകത്ത് എനിക്ക് ആദ്യം ശ്രീനിവാസ് സാറിനോട് പറയാനുള്ളത്, കോൺഗ്രസ് ഒരു സമ്മേളനം നടത്തിയിട്ട് എത്ര നാളായി? കോൺഗ്രസ് സമ്മേളനങ്ങളെ നടത്താറില്ല, നോമിനേഷൻ മാത്രമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് CPM-നകത്തെ സമ്മേളനത്തിനെ കുറിച്ച് ശ്രീനിവാസ് സാറിന് പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അഭിപ്രായം പറയാം, പക്ഷേ കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ അഭിപ്രായം പറയുന്ന അഭിപ്രായത്തിന് നമ്മളതിനെ തൃണവൽഗണിക്കുകയാണ്. അതുപോലെ ശ്രീ പാണ്ഡ്യാല ഷാജി ഉന്നയിച്ച ചില വിഷയങ്ങൾ, പാണ്ഡ്യാല ഷാജിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ. BTR പറഞ്ഞ ഒരു പഴയ വേർഡുണ്ട്, അത് പാണ്ഡ്യാല ഷാജിക്ക് ഓർമ്മയുണ്ടാവും. എക്സ് കമ്മ്യൂണിസ്റ്റ് ഈസ് ദ വേഴ്സ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഒരു എക്സ് കമ്മ്യൂണിസ്റ്റ് എങ്ങനെയൊക്കെ പെരുമാറാമോ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അതിന് നമ്മൾ പറയത്തില്ലേ, ഇത് അപ്പസാറൊക്കെ വിശേഷിപ്പിച്ചതുപോലെ ഏറ്റവും കാൽപ്പനികത മുറ്റി നിൽക്കുന്ന കഥ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു എക്സ് കമ്മ്യൂണിസ്റ്റിൻ്റെ എല്ലാവിധ ഭാവവാഹാദികളും കമ്പാരിസൺസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബംഗാളിൽ പോകുന്നു, ചിലപ്പോൾ അങ്ങ് റൊമാനിയയിൽ പോകുന്നു, ചിഷസ്ക്യുവിൻ്റെയും ഇലേസ്ക്യുവിൻ്റെയും കാര്യം പറയുന്നു, പിന്നീട് വീണ്ടും നേരെ കണ്ണൂരിലേക്ക് വരുന്നു, അവിടുന്ന് കൊല്ലത്തെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇൻറ്ററപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. കൊല്ലത്തെ പാർട്ടി സെക്രട്ടറി അദ്ദേഹം ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്കെതിരായിട്ടാണ്, അതായത് കൊല്ലായി സുദേവൻ, അതായത് ദീർഘകാലത്തെ സമര പാരമ്പര്യങ്ങളുടെ ഒരു ഏതാണ്ട് PK ഉദാസാനൊപ്പം തന്നെ ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തി വന്ന ഒരു നല്ലൊരു നേതാവാണ് ശ്രീ കൊല്ലായി സുദേവനെതിരെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ആലോചിക്കുമ്പോൾ എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്? പ്രാക്കുളം എന്ന് പറയുന്ന സ്ഥലം അറിയാമല്ലോ, പ്രകാശ് കലാകേന്ദ്രം കിടക്കുന്ന സ്ഥലമാണ്. അതൊരു പാർട്ടി ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് സമ്മേളനത്തിൽ പ്രശ്നം ഉണ്ടായെന്ന്. ഇദ്ദേഹത്തിന് ആരാണോ ഇങ്ങനെ ഫീഡിങ് കൊടുത്തതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അന്വേഷിച്ച് അവിടെ ഇവിടെയും കേട്ടത് പറയാതെ അത് വ്യക്തമായിട്ട് എന്ത് നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രം സംസാരിക്കുക അത്തരം കാര്യങ്ങളെക്കുറിച്ച്. ഡോക്ടർ ജയരാജ്, കണ്ണൂർ ജില്ലയിൽ തന്നെ എത്ര സ്ഥലങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിണറായിയുടെ കോലം പിണറായിൽ തന്നെ കത്തിച്ചിട്ടുണ്ട്, അതറിയാലോ താങ്കൾക്ക്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം ഇതൊരു ഉൾപാർട്ടി ജനാധിപത്യം, അതായത് വിമർശനവും വേണം, സ്വയം വിമർശനവും വേണം. സ്വയം വിമർശനവും വേണം. ഈ സ്വയം വിമർശനം അങ്ങ് മാറ്റി നിർത്തിയിട്ട് വിമർശനം മാത്രമായിട്ട് ഇറങ്ങുന്നവർക്കാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തോന്നുന്നത്. ഞങ്ങൾ വിമർശിക്കാറുണ്ട്, സ്വയം വിമർശിക്കാറുണ്ട്, നിശ്ചിതമായി വിമർശിക്കാറുണ്ട്. അതിന് പോളിറ്റ് ബ്യൂറോ മെമ്പറല്ല, മുഖ്യമന്ത്രിയല്ല, ആരാണെങ്കിലും പാർട്ടി സമ്മേളനങ്ങളിൽ ഞാനൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അങ്ങേയറ്റത്തെ ആളിനെ തൊട്ട് ഇങ്ങേയറ്റത്തെ ആളിനെ വരെ വിമർശിച്ച് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിനൊക്കെ തൃപ്തിയായ മറുപടി വന്നിട്ടുണ്ട്. ഈ ഓരോ അന്നും ഈ പാണ്ഡ്യാല ഷാജി പറഞ്ഞ കണക്കല്ലേ റൊമാൻറ്റിക് റവല്യൂഷൻ്റെ സംസാരങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവർ പരാന്നഭോജികളാണ്, സോഷ്യൽ പാരസൈറ്റാണ്, ഇവരെന്ത് പണിയെടുക്കുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് വന്നത്. പിന്നെ ഈ പറഞ്ഞത് കണക്കല്ലേ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്നൊന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല ഞാൻ ഇതിനു വേണ്ടി വന്നത്. ഞാൻ 17-ാമത്തെ വയസ്സ്, 18 വയസ്സിലാണ് പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നത്. 18-ാമത്തെ വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നിരുന്ന ഒരാളാണ്. ഒരേ സമയം SFIയിലും DYFIയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് നാൾ വിദേശത്ത് പോയി. അതിനുശേഷം തിരിച്ചു വന്നു. അവിടെ കോളേജിൽ പ്രൊഫസറായിരുന്നു, ഇവിടെയും കോളേജിൽ ഒരു കാര്യത്തിന് ഇതുവരെ പാർട്ടിയുടെ ഒരു കാര്യത്തിനും ഞാൻ പോയിട്ടില്ല.
ഒരു ആനുകൂല്യം പറ്റിയിട്ടുമില്ല, ഇനിയോട്ട് പറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. അധ്യാപക സംഘടനയിൽ ഞാൻ അത്ര സജീവവുമല്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ എനിക്കില്ലെന്ന് എന്നെ അറിയാവുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണമെന്ന കാര്യമില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ്റെ അമ്മ ഒരു കശുവണ്ടി തൊഴിലാളിയായിരുന്നു. എൻ്റെ അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു എംപ്ലോയി ആയിരുന്നു. അന്ന് തൊട്ടേ ഒരു പാർട്ടി കുടുംബമാണ്. അതുകൊണ്ട് ആ ആശയങ്ങളിൽ അന്നേ ആകൃഷ്ടനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കോളേജ് അധ്യാപകനായതുകൊണ്ട് എനിക്ക് പാർട്ടിക്കാരനായിക്കോട്ടെ. ഡോക്ടർ ജയരാജ്, പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിൽ താങ്കൾ തൃപ്തനാണോ? തൃപ്തിയും അതൃപ്തിയും, എന്റെ തൃപ്തി അതൃപ്തി അല്ലല്ലോ ഇവിടെ എന്നാലും പാർട്ടിക്ക് വേണ്ടി വീറോടെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് ഇത്തരം സംവാദങ്ങളെ വീറോടെ ബാധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ എന്തുണ്ട് ഡോക്ടർ ജയരാജ് കയ്യിൽ? തീർച്ചയായിട്ടും ഇപ്പം പൂർണ്ണമായിട്ടുള്ള ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നുള്ള ഒരു നല്ല ക്യാമ്പയിന്റെ ഭാഗമാണ്. അത് പൂർണ്ണമായിട്ടും ദാരിദ്ര്യം 0.07% ഉള്ള ദാരിദ്ര്യം കൂടെ തുടച്ചു നീക്കുകയാണെങ്കിൽ കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലാതാവും. എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് ഈ പാർട്ടി തന്നെയാണ്. വേറെ ആരും ഒരു സ്ഥലവും ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല. അതൊക്കെ വെച്ചു കൊടുത്തോണ്ടിരിക്കും, പൂർത്തിയാക്കുകയും ചെയ്യും, വ്യക്തമായിട്ട് പൂർത്തിയാക്കുകയും ചെയ്യും. അതിന് ഏത് കേന്ദ്ര ഫണ്ട് തടഞ്ഞാലും പിന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കുടിശ്ശികളുണ്ട്, അതും ഉടനെ തന്നെ കൊടുക്കും. പെൻഷൻ തട്ടിപ്പ് 400 കോടിയാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. CAG റിപ്പോർട്ട്, ഡോക്ടർ ജയരാജ്, CAG റിപ്പോർട്ട് കണ്ടില്ലേ താങ്കൾ? CAG റിപ്പോർട്ട് എന്നല്ല, IT മിഷന്റെ റിപ്പോർട്ടാണ്. IT മിഷൻ തന്നെ കണ്ടെത്തിയതാണ് ഈ അനർഹരായിട്ടുള്ള ആളുകൾ. അത് സർക്കാർ തന്നെ കണ്ടെത്തിയതാണ്. അത്തരം ആളുകളുടെയൊക്കെ ഫോട്ടോ പോസ്റ്റർ അടിച്ചു വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ പത്രങ്ങളിലും അത് പബ്ലിഷ് ചെയ്യണം, മീഡിയകളിലും അവരുടെ വാർത്തകളും പേരുകളും ഒക്കെ ഉണ്ടെങ്കിൽ, ഈ ഭിന്നശേഷിക്കാരല്ലെങ്കിൽ അവരുടെ പേര് എത്ര അടിച്ചു മാറ്റി, എത്ര സഹാക്കൾ അവരുടെ കീശ വീർപ്പിച്ചു പറ ഡോക്ടർ ജയരാജ്. അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കണം. കുറ്റകൃത്യങ്ങൾ എല്ലാത്തിനകത്തും ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് ഇത് മിസ്റ്റർ ക്ലീൻ ആയിട്ടുള്ള ഒരു പാർട്ടി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഇതിനകത്ത് താരതമ്യേന കമ്പാരിറ്റീവ്ലി ബെസ്റ്റ് ആണ്. പക്ഷെ ഇത് പോയാൽ, ഈ ഒരു പച്ചത്തുരുത്തൂടെ നഷ്ടമായാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായി തീരും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇവിടെ പൊതുവിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് തകരും, ആരോഗ്യ സംവിധാനം പൂർണ്ണമായിട്ട് തകരും, ക്ഷേമ പെൻഷനുകൾ നിർത്തലാകും. അത് വലിയ വിഷയം തന്നെയാണ്, വലിയ വിഷയമാണ്. എന്റെ മകൾ സർക്കാർ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. എന്റെ മകൾ സർക്കാർ സ്കൂളിൽ പഠിക്കാൻ ധൈര്യം ഒന്നുണ്ടായത് കഴിഞ്ഞ 2 വർഷവും ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടാണ്. ആ സമയം മുസ്ലിം ലീഗ് ഭരിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സർക്കാർ സ്കൂളിൽ വിടത്തില്ലായിരുന്നു. 35 ലക്ഷം കുട്ടികൾ മാറി, പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് മാറി സർക്കാർ സ്കൂളിൽ ചേർന്നതും വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ മെച്ചം കൊണ്ടാണ്. ഇപ്പോഴത്തെ കോളേജ് ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിലെ സെപ്പറേറ്റ് അയക്കുന്ന അവാർഡ് കൊടുക്കണം ഇദ്ദേഹത്തിന്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വരെ ഗംഭീരമാണ്. മുസ്ലിം ലീഗ് ഭരിക്കുന്നുണ്ടാണെങ്കിൽ ഞാനിത് കൊടുക്കില്ലായിരുന്നു എന്ന് പറഞ്ഞത് ഗംഭീരമായ കമന്റാണ്, അതിഗംഭീരമാണ്. തീർച്ചയായിട്ടും ഇത് മതേതരത്തിന്റെ ലീഗ് മതപാർട്ടിയാണോ? പിന്നെ പാലക്കാട് വിജയത്തിനെ കുറിച്ച് പറഞ്ഞു, അത് SDPI യുടെയും PFI പിന്നെ എല്ലാ നിരോധിത സംഘടനകളും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും റാഡിക്കൽ ഇസ്ലാമുകളുടെയും വോട്ട് മേടിച്ചിട്ടാണ് കോൺഗ്രസ് എല്ലാവർക്കും അറിയാം. അത് പിന്നെ വലിയ നേട്ടമായിട്ടൊന്നും മറുപടി പറഞ്ഞിട്ട് പോ പ്ലീസ്. 2 മിനിറ്റ്. മാധ്യമം, പത്രവും ഈ മീഡിയ വണ്ണൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതിനകത്തുള്ള അണ്ടർലൈൻ കറണ്ട് എന്താണെന്നുള്ളത് വ്യക്തമായിരുന്നില്ല. അവർ സ്വാഭാവികമായിട്ട് അവരുടെ തനിനിറം വെളിവാക്കിയപ്പോഴത്തേക്ക് അന്ന് മുകുന്ദൻ സി മേനോനും പിന്നെ അങ്ങനെയുള്ള കമൽറാം സജീവും ഒക്കെ ആയിരുന്നു മാധ്യമ വാരികയുടെ എഡിറ്റർ. അന്ന് ആരെങ്കിലും സംശയിച്ചിരുന്നോ ഇങ്ങനെ ഒരു അജണ്ട ഇതിനുണ്ടായിരുന്നെന്ന്, മാധ്യമ പത്രത്തിനുണ്ടായിരുന്നെന്ന് ആരെങ്കിലും സംശയിച്ചിരുന്നോ? പിന്നീട് അവരെ അതിൻ്റെ തനിനിറം വെളിവാക്കിയപ്പോഴാണല്ലോ നമുക്കെല്ലാം മനസ്സിലായത്. അന്നോടുകൂടി ഇത്തരത്തിലുള്ള അവരുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കുകയാണ് ചെയ്തത്. വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെ കാര്യത്തിൽ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ ഉടനെ മുസ്ലിം പ്രീണനം എന്നൊക്കെയല്ലേ പറയുന്നത്. മാദനി ജയിലിൽ കിടക്കുന്ന ഒരാളാണ്. മാദനിയുടെ ഒരു വിഷയം കൂടെയാണ് ഈ കരുനാഗപ്പള്ളിയില്
കരുനാഗപ്പള്ളിയിലെ വിഷയം എന്ന് പറയുന്നത് മാദിനിയുടെ വിഷയം കൂടെയാണ്. മാദിനി മൊബിലൈസ് ചെയ്തിട്ടുള്ള കുറേ ചെറുപ്പക്കാരുണ്ട് അവിടെ, ആ PDPയുടെ കുറേ പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കുലശേഖരത്ത് ഉള്ള പ്രശ്നങ്ങൾക്കും അതും ഒരു ഭാഗമാണ്. അതും നമ്മൾ കാണാതിരുന്നുകൂടാ. അതും സുപ്രധാന ഒരു വിഷയം തന്നെയാണ്. കുലശേഖരത്ത് കുറെ നാളുകളായിട്ട് പ്രശ്നമുണ്ട്. അതൊരു നമ്മൾ അങ്ങോട്ട് കയറുമ്പോഴാണ് ശരിക്കും പരിഹരിക്കപ്പെടേണ്ടതല്ലേ ഇതെങ്ങനെ ഇത് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടി സമ്മേളനങ്ങളിൽ അത് വ്യക്തമായ വിലയിരുത്തലുകൾ ഉണ്ടാവും, അതിനനുസരിച്ചുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാവും. പരാതികളും പരിഭവങ്ങളും ഒക്കെ തീർച്ചയായിട്ടും പൂർണ്ണമായി പരിഹരിച്ച് തന്നെയാണ് ഏരിയ സമ്മേളനത്തിലേക്ക് പോവുക. ജില്ലാ സമ്മേളനം വരുന്ന പോകേണ്ടി വരത്തില്ല. ഏരിയ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇത്തരം പരാതികളും ഈ പുറത്ത് വന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളും എല്ലാം പാർട്ടി വ്യക്തമായ രീതിയിൽ അഡ്രസ് അതുപോലെ കള്ളന്മാർ, കൊള്ളക്കാർ, പിന്നെ പിടിച്ചുപറിക്കാർ, അതുപോലെ സ്ത്രീ പീഡകർ ഇവരെല്ലാം തുടരും. അബ്കാരി എന്ന് പറയുന്നത് ഒരുവിധപ്പെട്ട അബ്കാരികളെല്ലാം കോൺഗ്രസിനകത്തല്ലേ. അടൂർ പ്രകാശിനെ പോലുള്ള അബ്കാരികൾ, ബിജു രമേശിനെ പോലുള്ള അബ്കാരികൾ, ഇതെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരല്ലേ. പിന്നെ ഈ പറഞ്ഞതാണ് പോലെ പണ്ട് വിജയൻ പിള്ള സാറിനൊരു ബാറുണ്ടായിരുന്നു കരുനാഗപ്പള്ളിയിൽ. ആ ബാറിന്റെ കാര്യമാണ് കരുനാഗപ്പള്ളി എന്ന് പറയുന്നത്. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. അത് RSPയിൽ നിന്ന് വന്ന ഒരു കഷ്ണമാണ്, അല്ലാതെ അത് CPMന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ബാറിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. പിന്നെ ഈ സ്പിരിറ്റ് കച്ചവടം എന്നൊക്കെ പറയുന്ന ആരെവിടെ സ്പിരിറ്റ് കച്ചവടം നടത്തിയെന്നായി പറയുന്നത്? ചുമ്മാ അതങ്ങ് അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലും കേട്ടിട്ട് വന്നിട്ട് അതങ്ങ് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വാസ്തവമാണെന്ന് ജനം തെറ്റിദ്ധരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് കൊല്ലത്തുള്ള ആരെങ്കിലും ഇത് കേട്ടാണ്ടല്ലോ പൊട്ടിച്ചിരിക്കും.